ഇന്ത്യൻ സീനിയർ നാഷണൽ ടീമിൻ്റെ അതായത് ഇന്ത്യൻ സീനിയർ ഫുട്ബോൾ ടീമിൻ്റെ മെൻസ് ടീമിൻ്റെ ഹെഡ് കോച്ച് ആവാൻ സാവി ഹെർണാണ്ടസ് അപ്ലൈ ചെയ്തിരുന്നു. സാവി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ബാഴ്സലോണയുടെ ഒക്കെ ലെജൻഡ് ആയിട്ടുള്ള ബാഴ്സലോണ 2024 വരെ കോച്ച് ചെയ്തിട്ടുള്ള ആ സാവി തന്നെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു സാവി ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഹെഡ് കോച്ച് ആവാൻ വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേ ഇന്ത്യ അവസാനത്തെ മൂന്നാൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ സാവിയെ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ അതിൻ്റേതായുള്ള കുറേ ക്രിറ്റിസിസം AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നല്ലപോലെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെയും വാർത്ത വരുന്നുണ്ടായിരുന്നു. അതായത് സാവി ഹെർണാണ്ടസ് അപ്ലൈ ചെയ്തത് ഒഫീഷ്യൽ മെയിലിൽ നിന്നല്ല, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മെയിലിൽ നിന്നല്ല. സാവി ഹെർണാണ്ടസും പെപ് ഗാർഡിയോളയൊക്കെ ഈ ഒരു മെയിലിൽ കിടപ്പുണ്ട്. അതായത് ഇന്ത്യയുടെ ഹെഡ് കോച്ച് ആവാൻ അപ്ലൈ ചെയ്തതിൽ സാവി ഹെർണാണ്ടസും പെപ് ഗാർഡിയോളൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് മറിഞ്ഞു. ആദ്യം ഒഫീഷ്യലാണ് എന്ന് പറഞ്ഞിരുന്നു, പിന്നെ പെപ് ഗാർഡിയോളയുടെ കണ്ടപ്പോൾ പിന്നെ അത് ഒഫീഷ്യൽ അല്ല, അതിൻ്റെ ക്രെഡിബിലിറ്റിയിൽ സംശയമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നത്. എന്താണ് ഇത് ആക്ച്വലി നടന്നത്? ഞാൻ തുടക്കം തൊട്ട് പറയാം. അതായത് AIFFൻ്റെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു പെത്തറ്റിക് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ത്യൻ സീനിയർ ഫുട്ബോൾ ടീമിൻ്റെ ഹെഡ് കോച്ചിനെ ഹയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടൊക്കെയായിരുന്നു. ഓക്കെ, അത് തന്നെ ഒരു നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു പെത്തറ്റിക് അവസ്ഥയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരു സീനിയർ നാഷണൽ ടീമും അതായത് ഹെഡ് കോച്ചിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, എനിക്കറിയില്ല, ചിലപ്പോൾ മേ ബി എൻ്റെ അറിവില്ലായ്മയായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്തായാലും. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ AIFF ആ ഒരു ഹെഡ് കോച്ചിനെ ഹയർ ചെയ്യാൻ വേണ്ടി അവർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ആ ഒരു പോസ്റ്റിന് പിന്നാലെ കുറേ മെയിൽസ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്, അതായത് ഇന്ത്യൻ ഈ ഒരു AIFFന് കുറേ മെയിൽസ് കിട്ടി. 170 175 സംതിങ് എത്ര മെയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ അനുസരിച്ച്. അതിൽ സാവി ഹെർണാണ്ടസിൻ്റെ മെയിലിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ മാർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. ഓക്കെ, അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിൽ അത് പോസ്റ്റ് ചെയ്തു. ഓക്കെ, അത് പോസ്റ്റ് ചെയ്ത സമയത്ത് എല്ലാ ഫുട്ബോൾ ജേർണലിസ്റ്റും നമ്മുടെ കേരളയിലുള്ളായാലും ഇന്ത്യയിലുള്ളായാലും എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. സാവി ഹെർണാണ്ടസ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് ഇന്ത്യ 3 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ സാവി ഹെർണാണ്ടസിൻ്റെ പേരില്ല. അത് നല്ലപോലെ ചർച്ചയാവാൻ തുടങ്ങി. കാരണം സാവി ഹെർണാണ്ടസ് നമുക്കറിയാം, അദ്ദേഹത്തിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സാലറി കൊടുക്കേണ്ടി വരും. അത്രത്തോളം AIFFന് താങ്ങില്ല, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യൻ ഈ ഒരു ഇതിന് താങ്ങില്ല എന്നുള്ള രീതിയിൽ ആയിരുന്നു അദ്ദേഹത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാതിരുന്നത്. അതുകൊണ്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാതിരുന്നത് എന്നുള്ള വാർത്തകളായിരുന്നു വന്നിരുന്നത്. ഖാലിദ് ജമീലും പിന്നെ അതുപോലെ തന്നെ സ്റ്റീഫൻ കോൺസ്റ്റൻ്റൈനും പിന്നെ ഒരു സ്ലൊവാക്കിയൻ കോച്ച്, അദ്ദേഹത്തെ 2020 സ്ലൊവാക്കിയെ കോച്ച് ചെയ്തിട്ടുള്ള ഒരു കോച്ചുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ 3 പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ സാവി ഹെർണാണ്ടസിൻ്റെ പേരില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ചർച്ചകൾ വരുന്നുണ്ടായിരുന്നു, ക്രിറ്റിസിസം വരുന്നുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അറ്റ്ലീസ്റ്റ് സാവിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അദ്ദേഹത്തോടു കൂടി ഒന്ന് ചർച്ച ചെയ്യാമായിരുന്നു. ഓക്കെ, ഇതൊന്ന് ചർച്ച ചെയ്തിട്ട് പിന്നെ സാലറിയുടെ കാര്യത്തിൽ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന് അത് പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെയായിരുന്നു പല ചർച്ചകളും നടത്തിയിരുന്നത്. പിന്നെ ഇപ്പോൾ ഫെബ്രിസിയോ റൊമാനോ അടക്കം ഇതിൽ ഇടപെട്ട് അദ്ദേഹം ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ ടീമും സാവി ഹെർണാണ്ടസും 0 ടോക്സ് ആണ് നടന്നിട്ടുള്ളത്. ഓൾറെഡി ടോക്കുകളൊന്നും നടന്നിട്ടില്ല. അദ്ദേഹം ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇന്ത്യ ഷോർട്ട് ലിസ്റ്റ് ചെയ്തില്ല, അത്രയും നടന്നിട്ടുള്ളൂ. ഓൾറെഡി ടോക്കുകളൊന്നും നടന്നിട്ടില്ല. പിന്നെ മാർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജേർണലിസ്റ്റ് അദ്ദേഹം വീണ്ടും ഇടുന്നു, സാവി ഹെർണാണ്ടസ് മാത്രമല്ല പെപ് ഗാർഡിയോളയും ഈ ഒരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്രെഡിബിലിറ്റിയിൽ സംശയമുണ്ട് ഇവർക്ക്. ഓക്കെ, എനിക്കറിയില്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മാർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സാണ്. പുള്ളി തന്നെ ഒരു കാര്യം പറയുന്നു പിന്നെ മാറ്റി പറയുന്നു. എന്താണിത് എനിക്കറിയില്ല. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും നേരെ അത് മലക്കം മറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അതിൽ സംശയമുണ്ട്. കാരണം ഈ പെപ് ഗാർഡിയോളയുടെ കൂടി കണ്ടപ്പോൾ ഇത് എത്രത്തോളം ജെനുവിനാണ്, ഇതിൻ്റെയൊക്കെ ക്രെഡിബിലിറ്റിയിൽ സംശയമുണ്ട് എന്നുള്ള കാര്യം അവർ. കാരണം പെപ് ഗാർഡിയോള ഓൾറെഡി ഇപ്പോൾ ഇവിടെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ കോച്ചായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, ഈ സാവിയുടെ കാര്യത്തിൽ എല്ലാവരും ഇങ്ങനെ ഒരു സത്യമായിരിക്കും എന്ന് പറയാൻ കാരണം ദി അത്ലറ്റിക് FC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യാറുണ്ട്, അവിടെ കുറേ സ്പാനിഷ് കോച്ചുകളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യം എല്ലാവർക്കും ഇത്രയധികം വിശ്വാസം വരാൻ കാരണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സാവി 2024 ബാഴ്സലോണ വിട്ടതിന് ശേഷം പിന്നെ എവിടെയും അദ്ദേഹം ജോയിൻ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഖത്തറിൽ നിന്നൊക്കെ 15 മില്യൺ ഓഫറൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഖത്തറിൻ്റെ ഏതൊരു ക്ലബ്ബ് 15 മില്യൺ അദ്ദേഹത്തിന് ഹെഡ് കോച്ച് ആവാൻ വേണ്ടി ഓഫർ ചെയ്തു. പക്ഷേ അദ്ദേഹം അത് റിജക്റ്റ് ചെയ്തു. സാവി ഹെർണാണ്ടസ് അതൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് അദ്ദേഹം ഇന്ത്യക്ക് അപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരുന്നു പല വാർത്തകളും വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു, പുറത്തേക്ക് വരുന്ന വാർത്തകൾ അനുസരിച്ച്
ഇതിൻ്റെ ക്രെഡിബിലിറ്റിയിൽ അവർക്ക് എല്ലാവർക്കും സംശയമുണ്ട്. പക്ഷേ ഇവർക്ക് ഇതപ്പം അറിയില്ലായിരുന്നു. എനിക്കറിയില്ല, ഏതോ ഒരു 19 വയസ്സുകാരൻ പറ്റിച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെ പലരും ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഏതോ 19 വയസ്സുകാരൻ വെറുതെ മെയിൽ ടൈപ്പ് ചെയ്ത് വിട്ട് അവർക്ക് അയച്ചതാണെന്ന് സോഷ്യൽ മീഡിയയിലല്ല ഇട്ടിട്ടുള്ളത്. അവർ ആ ഒരു മെയിലേക്ക് വെറുതെ അയച്ചിട്ടുണ്ടാവും, അറിയില്ല. അങ്ങനെയും വാർത്തകൾ വരുന്നുണ്ട്. അതിലെത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്രെഡിബിലിറ്റിയിൽ സംശയമുണ്ട്. അപ്പോൾ സാവി തന്നെയാണോ അല്ലേ എന്നുള്ളത് കാര്യമൊന്നും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ചർച്ചയൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ ആരായി മണ്ടന്മാരായ പോലെയാണ്. കാര്യം അതാണ്, ഇവർക്ക് ഈ കാര്യങ്ങൾ ഒരു പേഴ്സണൽ മെയിലിൽ നിന്ന്, അതായത് ഒഫീഷ്യൽ മെയിലിൽ നിന്നാണോ ഇതിൽ നിന്നാണോ വന്നത് എന്ന് നോക്കാൻ പോലും നമ്മുടെ ഈ ഒരു AFFൻ്റെ ടീം മാനേജ്മെൻറ്റിലുള്ള ആൾക്കാർക്ക് അറിയില്ലേ. സുബ്രതാപ്പോളും IM വിജയനും ഇവരൊക്കെ കൂടിയിട്ടുള്ളൊരു മാനേജ്മെൻറ്റാണ് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവർക്കൊന്നും ഇത് അറിയില്ലേ? അപ്പോൾ എനിക്ക് അവരുടെ പേര്, 2 പേരുടെ പേര് മാത്രമാണ് ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നത്, അതുകൊണ്ടാണ് അവരുടെ പേര് പറഞ്ഞത്. സോ ഇതൊന്നും ചെക്ക് ചെയ്യാതെ ഈ ഒരു മാർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജേർണലിസ്റ്റ് അത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പോസ്റ്റ് ചെയ്യുന്നു. മാർക്കസിലൂടെയാണ് നമുക്കിതറിയാം. ഓക്കെ, അതുകൊണ്ട് നമ്മളെല്ലാവരും അദ്ദേഹത്തെ കുറ്റം പറയാം. അല്ലാതെ ചെയ്യുക, അദ്ദേഹം ആദ്യം ഒരു കാര്യം പറയുന്നു, പിന്നെ അത് മാറ്റി പറയുന്നു. ഓക്കെ, ലിറ്ററലി ഇപ്പോൾ ഫൈനൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫെബ്രിസിയോ റൊമാനോയും കൂടിയും അദ്ദേഹം കൺഫേം ചെയ്ത, അദ്ദേഹം ഒരു സ്റ്റോറി ഇട്ട സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് സാവി ഹെർണാണ്ടസും ഇന്ത്യൻ ടീമും 0 ടോക്സാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഫെബ്രിസിയോ റൊമാനോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സാവി ഹെർണാണ്ടസിൻ്റെ ആ ഒരു മെയിൽ ഇതിലോട്ട് വന്നത് ക്രെഡിബിലിറ്റിയിൽ സംശയമുണ്ട് എന്നുള്ള രീതിയിലാണ്. അത് ഒഫീഷ്യൽ കാര്യമാണോ എന്നുള്ളതൊക്കെ സംശയമുണ്ട്. അതാണ് ഇപ്പോൾ കറൻ്റ്ലി മാർക്കസ് ലാസ്റ്റ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അതേപ്പോൾ അവർക്ക് പുറത്ത് വിടുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പലരും ഇന്ത്യൻ ഫുട്ബോളിനെ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ചിലർ എന്ത് ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെ കാരണം, അല്ലാതെ എന്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ അവസ്ഥ. നമുക്കറിയില്ല ഇനിയിപ്പോൾ ഖാലിദ് ജമീലും സ്റ്റീഫൻ കോൺസ്റ്റന്റൈനും ആ ഒരു സ്ലോവാക്യൻ കോച്ച്, ഇവർ 3 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. മിക്കവാറും ഖാലിദ് ജമീൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ആ ഒരു ജംഷഡ്പൂർ FCൻ്റെ കോച്ചാണ്. 2016-17 സീസണിൽ ലീഗിലൊക്കെ ചാമ്പ്യൻ ആയിട്ടുണ്ട് അദ്ദേഹം. അതിലൊരു ടീമിനെ കോച്ച് ചെയ്തിട്ടുണ്ട് ചാമ്പ്യൻ ആയ സമയത്ത്. അപ്പോൾ ഖാലിദ് ജമീലായിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് വരിക എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കറൻ്റ് പുറത്തേക്ക് വരുന്നത്. ചാൻസ് കൂടുതൽ അദ്ദേഹത്തിനാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയില്ല, അൽ ജമീലാവട്ടെ, ഇന്ത്യൻ കോച്ചാവട്ടെ, ഇന്ത്യൻ ടീം ഇനി വളർന്നു വരട്ടെ ഒരു വലിയ രീതിയിൽ നമുക്ക് നോക്കാം എന്തായാലും. സോ താങ്ക് യു സോ മച്ച്.